കൊലപാതകത്തിൽ 4 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തൊടുപുഴ ബിജു ജോസഫിന്റെ കൊലപാതക കേസിൽ 4 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. വാനിനുള്ളിൽ വെച്ച് ബിജുവിനെ മർദ്ദിച്ചത് ആഷിഖും മുഹമ്മദ് അസ്ലവുമാണെന്ന് പോലീസ് അറിയിച്ചു. ബിജുവിന്റെ സ്കൂട്ടർ സംഭവസ്ഥലത്ത് നിന്ന് മാറ്റിയത് മുഖ്യപ്രതിയായ ജോമോനാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 വാഹനങ്ങളും എവിടെയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഓംനി വാൻ കലയന്താനിയിലും ബിജുവിന്റെ സ്കൂട്ടർ എറണാകുളം വൈപ്പിനിൽ നിന്നുമാണ് കണ്ടെത്തിയത്. കാലങ്ങളായി പാർട്ട്ണർമാരായിരുന്ന ബിജുവും ജോമോനും തമ്മിൽ ഷെയർ സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തൊടുപുഴ, ഉപ്പുതറ, തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസ് എന്നിവിടങ്ങളിൽ പരാതികളും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ നിന്നാണ് ബിജുവിൽ നിന്ന് പണം തിരികെ വാങ്ങാൻ ജോമോൻ കൊട്ടേഷൻ നൽകുന്നത്. ബിജുവിനെ വാഹനത്തിൽ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ശബ്ദം കേട്ട് നാട്ടുകാർ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനിടെയുണ്ടായ മർദ്ദനത്തിൽ തന്നെ ബിജു കൊല്ലപ്പെട്ടു. തുടർന്ന് ജോമോന്റെ ഉടമസ്ഥതയിലുള്ള കലയന്താനിയിലെ ഗോഡൌണിലെത്തിച്ച് മാൻഹോളിനുള്ളിലേക്ക് മൃതദേഹം തള്ളിയിടുകയായിരുന്നു. പിന്നാലെ ബിജുവിന്റെ ഭാര്യ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഷെയർ സംബന്ധിച്ച തർക്കവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന ആഷിഖിനെയും പുറത്തെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും.